നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേമത്ത് വൻ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ഒരു വശത്ത് വി ശിവൻകുട്ടി, മറുവശത്ത് രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ടാകും. അതിലൊരു മണ്ഡലം ഉറപ്പായിട്ട് നേമം തന്നെയായിരിക്കും. വാശിയേറിയ പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നേമത്ത് BJP വിജയിക്കില്ലെന്നും നേമത്ത് BJPയുടെ അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കട്ടെ, അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ BJPയുടെ അക്കൗണ്ട് തുറക്കാൻ താമര വിരിയിക്കാൻ സമ്മതിക്കില്ല എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. എന്തായാലും മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ ഇറക്കി നിയമം നിലനിർത്തുക എന്ന നീക്കമാണ് CPM ഇപ്പോൾ നടത്തുന്നത്. വി ശിവൻകുട്ടി തന്നെ സ്ഥാനാർത്ഥിയാകും. മറ്റ് ആലോചനകളൊന്നും തന്നെ പാർട്ടിക്കില്ല എന്നും CPM നേതൃത്വം സൂചന നൽകിയിട്ടുണ്ട്. BJPക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ മത്സരത്തിന് ഇറങ്ങുകയാണ്. KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കളാണ് കോൺഗ്രസിന്റെ പരിഗണനയിലുള്ളത്. കോൺഗ്രസിന്റെ മത്സരാർത്ഥി ആരാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്കിൽ പോലും വി ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, ഇനി മൂന്നാമത് ആര് വന്നാലും തീർച്ചയായിട്ടും അതൊരു ത്രികോണ മത്സരം തന്നെ ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രി വി ശിവൻകുട്ടിയെ തന്നെ ഇറക്കി നിയമം നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ CPMന് മുന്നിൽ ഉള്ളത്. BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചു എന്ന് CPM എല്ലാ കാലവും അഭിമാനത്തോടെ പറയുന്നത് നേമത്തെ വിജയം മുൻനിർത്തിയാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ നേമം മണ്ഡലത്തിൽ നിന്നും രാജഗോപാൽ ഈ ഒരു താമര വിരിയിച്ച് BJP അക്കൗണ്ട് തുറന്ന് അവിടെ വന്നതാണ്. പക്ഷെ പിന്നീട് ആ ഒരു അക്കൗണ്ട് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. വീണ്ടും നേമത്ത് BJPയുടെ അക്കൗണ്ട് തുറക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാവുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നേടിയ മികച്ച വിജയമാണ് നേമത്ത് മേൽക്കൈ അവകാശപ്പെടാൻ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നത്. നേമത്ത് മത്സരിക്കാനില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സിറ്റിംഗ് MLA കൂടിയായ മന്ത്രി വി ശിവൻകുട്ടി ആദ്യം പറഞ്ഞത്. ശിവൻകുട്ടിയുടെ പ്രസ്താവന BJPയെ സഹായിക്കാനാണെന്നായിരുന്നു M വിൻസെന്റ് MLA അടക്കമുള്ളവർ ആരോപിച്ചത്. ഇതേ തുടർന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് വി ശിവൻകുട്ടി തിരുത്തുകയും ചെയ്തു. കൂടുതൽ വിശദീകരണവുമായി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പിന്നാലെ വരുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. മത്സരിക്കില്ലെന്ന് പറഞ്ഞത് ശരിയല്ലെന്നും ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും MV ഗോവിന്ദനും വ്യക്തമാക്കി. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ ശിവൻകുട്ടി അല്ലാതെ മറ്റാരും മണ്ഡലം നിലനിർത്താൻ പ്രാപ്തരല്ല എന്ന വിലയിരുത്തലിലേക്ക് CPM എത്തിയിരുന്നു. ഭരണവിരുദ്ധ വികാരത്തിൽ CPI വീഴുമെന്നും താമര വീണ്ടും വിരിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് BJP. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഉണ്ടാക്കിയ നേട്ടം രാജീവ് ചന്ദ്രശേഖരനെ കുറച്ചൊന്നുമല്ല നേമം സീറ്റ് ഇത്തവണ BJPക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയിലേക്ക് നയിക്കുന്നത്. CPM BJP വമ്പന്മാർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് എങ്കിലും ഒരു വമ്പൻ ഇറക്കിയാൽ മണ്ഡലം പിടിക്കാമെന്ന് UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. കടുത്ത മത്സരം നൽകണമെങ്കിൽ പോലും സംസ്ഥാന പരിവേഷമുള്ള നേതാവ് തന്നെ നേമത്ത് എത്തേണ്ടതായിട്ടുണ്ട്. KS ശബരിനാഥനെ നേമത്ത് മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ സജീവ ആലോചനയുണ്ട് എന്നാണ് കരുതുന്നത്. INTUC നേതാവ് VR പ്രതാപ്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലെ താരം വൈഷ്ണവ് സുരേഷ് എന്നിവരും കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിലുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിനെതിരായ വോട്ട് കോൺഗ്രസിന് കിട്ടിയില്ലെങ്കിൽ അത് പൂർണ്ണമായും BJPയിലേക്ക് പോകുമെന്നത് CPMനെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നു എന്ന കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് കരുത്തുള്ള സ്ഥാനാർത്ഥി വരണമെന്നാണ് CPMന്റെയും ആഗ്രഹം. ഹൈ വോൾട്ടേജ് മത്സരത്തിന് സ്ഥാനാർത്ഥി പട്ടികയ്ക്കായി കാക്കുകയാണ് നേമത്തെ വോട്ടർമാർ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാന സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാൻ BJP തയ്യാറെടുക്കുന്നുണ്ട്. പ്രധാന നേതാക്കൾ മത്സരിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പ്രവർത്തനം തുടങ്ങാൻ പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പ് കളത്തിൽ സജീവമാകാൻ BJP സജ്ജമാവുകയാണ്. വിജയ സാധ്യതയുണ്ടെന്ന് BJP വിലയിരുത്തുന്ന നേമം, കഴക്കൂട്ടം, പാലക്കാട്, കായംകുളം എന്നിവ ഉൾപ്പെടെ 30 സീറ്റുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അതാത് മണ്ഡലങ്ങളിൽ പ്രവർത്തനം നേരത്തെ തുടങ്ങാനാണ് നീക്കം. അതേസമയം നേമം മണ്ഡലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും. താൻ നേമത്ത് മത്സരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിനു പുറമെ കഴക്കൂട്ടത്ത് മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ മത്സരിക്കാനാണ് സാധ്യത. പാലക്കാട്ട് മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെയും കായംകുളത്ത് ശോഭാ സുരേന്ദ്രനെയും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ കായംകുളം മണ്ഡലത്തിൽ മുന്നിലെത്തിയിരുന്നു. പാലക്കാട് മണ്ഡലത്തിലും BJPക്ക് ശക്തമായ സാന്നിധ്യമാണുള്ളത്. BJP A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിക്കുന്ന നിയമസഭാ സീറ്റുകളാണിവ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേന്ദ്രമന്ത്രി അമിത്ഷാ 11-ന് തിരുവനന്തപുരത്തെത്തും. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP നേടിയ ചരിത്ര വിജയം ആഘോഷിക്കുന്നതിനും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ അഭിസംബോധന ചെയ്യുന്നതിനുമായാണ് അദ്ദേഹം എത്തുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന വിപുലമായ സമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശന തീയതി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച മുന്നേറ്റത്തിന് പിന്നാലെ അമിത്ഷാ എത്തുന്നത് പ്രവർത്തകർക്ക്
വലിയ ആവേശമാണ് പകരുന്നത്. പാർട്ടിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രചാരണം ജനുവരി 12 തുടങ്ങും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം കുറഞ്ഞത് BJP വലിയ രീതിയിലാണ് സമ്മർദ്ദത്തിലാക്കുന്നത്. പക്ഷേ പരമാവധി സീറ്റുകളിൽ വിജയം നേടുക എന്ന ലക്ഷ്യത്തിലാണ് BJP. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന നിയമമണ്ഡലത്തിൽ LDF BJP സ്ഥാനാർത്ഥി ചിത്രം ഏറെക്കുറെ തെളിഞ്ഞിരിക്കുകയാണ്. സിറ്റിംഗ് MLA ആയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി LDF-നായും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ BJP-ക്കായും കളത്തിലിറങ്ങുമെന്ന് ഉറപ്പായി. UDF-ൽ നിന്ന് ഇക്കുറി ആര് വരും അതും ഉറ്റുനോക്കുകയാണ്. 2016 തിരഞ്ഞെടുപ്പിൽ UDF-നെയും LDF-നെയും കടത്തിവെട്ടി O രാജഗോപാലിലൂടെ BJP സംസ്ഥാനത്ത് ആദ്യമായി അക്കൗണ്ട് തുറന്നിരുന്നു. അത് 2016 BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറന്നത്. 8761 വോട്ടിനായിരുന്നു രാജഗോപാൽ ജയിച്ചത്. 2021 തിരഞ്ഞെടുപ്പിൽ BJP-ക്കായി കളത്തിലിറങ്ങിയ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തി 3949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM-ലെ V ശിവൻകുട്ടി മണ്ഡലം തിരിച്ചുപിടിക്കുകയായിരുന്നു. മുൻ KPCC പ്രസിഡന്റ് K മുരളീധരൻ UDF-നായി അന്ന് രംഗത്തിറങ്ങിയിരുന്നു. കുമ്മനം, V ശിവൻകുട്ടി, K മുരളീധരൻ ഈ ത്രികോണ പോരിൽ V ശിവൻകുട്ടി അത് BJP-യിൽ നിന്നും തിരിച്ചുപിടിക്കുകയും ചെയ്തു. അപ്പോൾ നിയമത്തെ ഇനി BJP-ക്ക് വിട്ടുകൊടുക്കാതെ അത് നിലനിർത്തണമെങ്കിൽ അതിന് V ശിവൻകുട്ടിക്ക് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ എന്നൊരു തലത്തിലേക്ക്, എന്നൊരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പുലർത്തുന്ന ഒരു മണ്ഡലമാണ് നേമം. പാർട്ടി അധ്യക്ഷനായി ചുമതലയേറ്റതു മുതൽ നേമം സീറ്റിൽ രാജീവിന് കണ്ണുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ നേമത്ത് നടത്തിയ ജാഥയുടെ ലീഡർ രാജീവായിരുന്നു. നേമത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതായും നേതൃത്വം ഇക്കാര്യം പരിഗണിക്കണമെന്നുമാണ് പ്രതീക്ഷയെന്നും പറഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ അടുത്ത ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തിയിരുന്നു. LDF-ന് നിയമം നിലനിർത്തൽ അഭിമാന പ്രശ്നമാണ്. വീണ്ടും സ്ഥാനാർത്ഥിയാകേണ്ടി വരുമെന്നും മണ്ഡലത്തിൽ സജീവമാകണമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ V ശിവൻകുട്ടിയുടെ CPM നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകളിൽ ശിവൻകുട്ടിക്ക് പ്രാധാന്യം നൽകി. നിയമത്തേക്ക് പരിഗണിക്കാൻ പാർട്ടിക്ക് മുന്നിൽ മറ്റു പേരില്ല എന്നതും V ശിവൻകുട്ടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ഒരു മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നേമത്ത് അദ്ദേഹത്തെ മറികടക്കാൻ, അല്ലെങ്കിൽ CPM-ൽ നിന്നും അദ്ദേഹത്തെ മറികടക്കാൻ പാകത്തിന് ഒരാളെ ഇറക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമത്തുണ്ടായ ലീഡും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ വിജയവും BJP-ക്ക് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത്. നേമത്തിന് മത്സരിക്കാനില്ലെന്ന് V ശിവൻകുട്ടി നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ വാർത്തയായിരുന്നു. പിന്നീട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ശൈലിയല്ലെന്നും പാർട്ടി മുന്നണിയും തീരുമാനിക്കുന്നയാൾ സ്ഥാനാർത്ഥിയാകുമെന്നും അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ അത്തരത്തിലൊരു പ്രസ്താവന നടത്തി അദ്ദേഹം കുടുങ്ങിപ്പോവുകയാണ്. തിങ്കളാഴ്ച രാവിലെ തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് നേമത്തിന് മത്സരത്തിനില്ല എന്ന് V ശിവൻകുട്ടി പറഞ്ഞത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വീണ്ടും നേമത്ത് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് നേമത്തേക്ക് ഇല്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയത്. നേമത്ത് 3 തവണ മത്സരിക്കുകയും 2 തവണ ജയിക്കുകയും ഒരിക്കൽ O രാജഗോപാലിനോട് തോൽക്കുകയും ചെയ്തു. ഇനി നേമത്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ആരാണ് മത്സരിക്കുക അടക്കം തങ്ങളുടെ പാർട്ടിയും മുന്നണിയുമാണ് തീരുമാനിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ തങ്ങളുടെ ശൈലിയല്ല എന്നും മന്ത്രി V ശിവൻകുട്ടി വ്യക്തമാക്കി. പാർട്ടി തീരുമാനമെടുത്ത് അറിയിച്ചാൽ അത് അംഗീകരിക്കുമെന്നും V ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.